വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കുറിക്കാൻ സാധിക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മസാലക്കടല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് തരണേ. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ thecoffeemug. മസാലക്കടല ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് പച്ചക്കടലയാണ്, വറുത്തിട്ടില്ല കേട്ടോ. തൊലിയോട് കൂടിയ നിലക്കടലയാണ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ കടലയിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും തൂക്കി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൊലി പൊളിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. തൊലി ഇല്ലാത്ത കടലയിൽ മസാല പിടിക്കില്ല കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് മറ്റൊരു വലിയ ബൗളിൽ മസാല തയ്യാറാക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും, 3/4 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി നിങ്ങളുടെ ആവശ്യാനുസരണം 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 1 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാനിവിടെ അപ്പം, ഇടിയപ്പം എന്നിവ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കീറിയിട്ട് കൈക്ക് നന്നായി ഞെരടിയിട്ട് കൊടുക്കണം. ഇനി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പും കായവും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മസാലയെല്ലാം കടലയിലേക്ക് കോട്ടായി കിട്ടാൻ വേണ്ടി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ തളിച്ച് കൊടുത്ത് വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ. കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ കുഴഞ്ഞു പോകും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്നാക്സിൻ്റെയും നാടൻ കറികളുടെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഇത് ചെക്ക് ചെയ്യണേ. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൊത്തം 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിവ വറുത്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് മീഡിയം സൈസുള്ള 5 വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇങ്ങനെ ചെയ്താൽ എണ്ണയ്ക്ക് വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും നല്ലൊരു വാസന കിട്ടും. അതുപോലെ തന്നെ കടല കഴിക്കുമ്പോൾ വെളുത്തുള്ളി കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇത് കോരി എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ വിരിച്ച ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് കടല ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കടല ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്നായി വേണം ഇട്ട് കൊടുക്കാൻ. ചിലത് ഒട്ടിപ്പിടിച്ചിരിക്കും. അത് വിടിയിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. പല ബാച്ചുകളായിട്ട് നമുക്ക് വറുത്തെടുക്കാം. തീ കൂട്ടിയിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. നമ്മൾ വറക്കാത്ത കടലയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കൂടെ ഫ്രൈ ആകുന്നതിന് വേണ്ടി തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ പുറം ഭാഗം വേഗം ഫ്രൈ ആവുകയും അകംഭാഗം ഫ്രൈ ആകാതെയും ഇരിക്കും. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഒരുമാതിരി കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കടല എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. നന്നായി ചൂടാറി കഴിയുമ്പോഴേ ക്രിസ്പി ആകൂ. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും വറുത്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നിങ്ങളും സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.